അതൊക്കെ ഇവർ ഈ സംസാരങ്ങളിലൂടെ പറയുന്നുണ്ട്. എന്ത് നമ്മളെ വേഷം ഈ രൂപത്തിലാന്ന് കണ്ടിട്ടാണ് അവർ നമ്മളെ കയറി പിടിക്കാൻ. ആ റിപ്പോർട്ടിൽ തന്നെ ശാരദ എന്ന് പറയുന്ന ഒരു സീനിയർ ആക്ട്രസ് പറയുന്നുണ്ട്, അത് ഈ പുതിയ കുട്ടികൾ വേഷം എന്നുള്ളത് ഭയങ്കര ഇറുകിയ ഡ്രസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലുണ്ട്. ഇവരുടെയൊക്കെ സംസാരത്തിൽ എന്തുണ്ട് ഇപ്പോൾ പലപ്പോഴും ആവർത്തിക്കുന്നത്, എൻ്റെ വേഷം കണ്ടിട്ട് അവർക്ക് എന്നെന്തോ ചെയ്യാൻ പറ്റും എന്നാണ് അവരുടെ തോന്നൽ എന്നാണ്. ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു വലിയ കാപട്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. മറ്റ് ഇൻഡസ്ട്രികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളൊന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇവർ തൊഴിലാളികളാണോ? ആക്ടേഴ്സ് ആരാണ്? സർവീസ് മേഖലയാണത്? മാനുഫാക്ചറിങ് ആണോ? മലയാള സിനിമാ ലോകം ഇന്ന് നിന്ന് കത്തുകയാണ്. 2017 ഇതേപോലെ ആഗോളതലത്തിൽ ഹാർവി വീൻസ്റ്റീൻ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഹോളിവുഡ് സംവിധായകൻ, അദ്ദേഹത്തിനെതിരെ ഒരു മീറ്റു ആരോപണം എന്നുള്ള നിലക്ക് വലിയ രീതിയിൽ ആഗോളതലത്തിൽ ഹോളിവുഡിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു വിവാദം ഉണ്ടായത്. അതേപോലെയുള്ള മറ്റൊരു വിവാദം ഇന്ന് മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംവിധായകർക്കെതിരെ, നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് ഈ സിനിമ എന്നുള്ളത് നമ്മളുടെ ഇവിടെ ഉള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെയുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും. കാരണം അത് മാധ്യമങ്ങളിൽ ഇത് തന്നെയാണ് വാർത്ത. അത് ചാനൽ തുറന്നാലും പത്രം വായിച്ചാലും ഒക്കെ ഇത് തന്നെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഉരുൾപൊട്ടൽ നടന്നിരിക്കുകയാണ് സിനിമയിൽ. മൊത്തം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം എനിക്കിപ്പോൾ ഈ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തോന്നുന്നത്, ഈ വാർത്തകളും ഇത് വ്യത്യസ്ത മേഖലകളിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഇന്നിപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വൈഫ് തന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് 3ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവന് സാധാരണ ഒരു വർക്ക് കൊടുക്കും, പത്രങ്ങളിൽ ഹെഡിങ്ങൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് എഴുതണം എന്ന് പറയും. സ്കൂളിലും ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പത്രത്തിൻ്റെ ഹെഡിങ്ങുകൾ ഞാൻ വല്ലാതെ അവനോട് എഴുതിപ്പിച്ചിട്ടില്ല. അതായത് അവനോട് ഇരിക്കണപ്പോൾ അപ്പോൾ ഇന്നെന്താ ഇന്ന് എഴുതണില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഇന്നത്തെ പത്രത്തിൽ. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. അതായത് അത് എഴുതാൻ പറ്റിയ ആ കുട്ടി ചോദിക്കുമല്ലോ അതെന്താ സംഭവം എങ്ങനെയാണ്. അപ്പോൾ അവരെയൊക്കെ മുമ്പിൽ നമ്മൾ എന്താ പറയുക. അപ്പോൾ ശരിക്ക് ഒരു വലിയ പ്രശ്നം ഇതിലുണ്ട്. ഇത്തരം തെറ്റുകളുടെ ഒരു സാമാന്യവൽക്കരണം ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വാർത്തകൾ വായിക്കുന്നതും അത് ചോദിക്കുന്നതും അതുപോലും പൈങ്കിളിയായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പൊതുവേ ഇപ്പോൾ തോന്നുന്നത്. ഇവിടെ വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഈ അനുഭവിച്ച സ്ത്രീകൾ അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നം, അനുഭവിച്ചതെല്ലാം പൊതുജനമധ്യത്തിൽ വന്ന് പറഞ്ഞാലേ ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് നിർബന്ധിക്കുന്ന ഈ നമ്മുടെ സിസ്റ്റമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരാൾക്ക് ഒരു പീഡനവും പ്രയാസം ഉണ്ടായി, അത് അയാൾ മാലോകർ മുഴുവൻ കേൾക്കുന്ന രീതിയിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ആ അനുഭവിച്ച മുഴുവൻ ട്രോമകളും ജനങ്ങളോട് എന്ത് ചെയ്യണം, തുറന്നു പറയണം. അത് ചിലപ്പോൾ അനുഭവിച്ചതിലേറെ ബുദ്ധിമുട്ടാണ് ജനങ്ങളോട് ഇത് പറയുക എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നിലയും വിളിയും കൂടി പറഞ്ഞ് അവനവൻ്റെ മാനാഭിമാനം മുഴുവൻ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റം ഇതിലെന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് വരികയുള്ളൂ എന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അത് വളരെ ഗുരുതരമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ ഇരകൾക്ക് അതിജീവിത എന്നൊക്കെ പേരിട്ടിരുന്നു. അപ്പോൾ അതിജീവിത ഇല്ലാതെ മുഖം ബ്ലർ ചെയ്യണ വിഷയമല്ല, ഒന്നുമില്ല, ഒക്കെ തുറന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പല പ്രധാന വാർത്തകളും, ഇതിൻ്റെ വേറൊരു മറുവശം ഞാൻ പറയുന്നത്, പല പ്രധാന വാർത്തകളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് ഈ വിഷയം കൊണ്ട്. അതായത് ഇങ്ങനെ 24 മണിക്കൂർ ഏറെ ചെയ്യുന്നതോടുകൂടി രാജ്യം അഭിമുഖീകരിക്കുന്ന വേറെയും പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതും പരിഹരിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ പല കരുനീക്കങ്ങളും ഈ സന്ദർഭത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കേന്ദ്രാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം, അത് സർക്കാരിൻ്റെ മുമ്പിൽ വന്നു, അതിന് കമ്മിറ്റി വെച്ചു, JPC വന്നു, ആ JPCയിൽ കുറേ ഭിന്നതകളുണ്ടായി. ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ ചർച്ചകളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല മലയാള പത്രങ്ങളിൽ. അതുപോലെ തന്നെ നേരത്തെ ഒരു കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. അതിൻ്റെ പോലീസ് അന്വേഷണം എവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ല. ഒരു വലിയ ദുരന്തം വയനാട് നടന്നതാണ്. ആ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയം വലിയൊരു സ്പേസിൽ ചർച്ച ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ആ ആളുകൾ ആ പ്രയാസത്തോടെ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. അത് നമുക്കൊരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം ഇന്ന് വാർത്തയിൽ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ,
ഈ കൊടിഞ്ഞിയിൽ ഫൈസൽ വധിക്കപ്പെട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാർ എന്ത് ചെയ്തിട്ടില്ല, നിയോഗിച്ചിട്ടില്ല. ഒരു വളരെ ഗുരുതരമായ വിഷയമാണ്. ഒരു മനുഷ്യൻ എത്ര വർഷം കഴിഞ്ഞു, ഇപ്പോഴും അതിന് പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കേസ് അവിടെ പെൻഡിങ് ആയി കിടക്കുകയാണ്. ആ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ട സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ മുമ്പ് നമുക്കറിയാം, ഒരു മാലിന്യ പ്രശ്നം കേരളത്തിലുണ്ടായി, ഒരാൾ മരിച്ചു. ആ പ്രശ്നം ഉണ്ടായിട്ട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതി ചർച്ച ചെയ്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാനത് എക്സാമ്പിൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഇഷ്യൂസുകളുണ്ട്. ആ ഇഷ്യൂസുകളൊക്കെ മണ്ണിട്ട് മൂടി ഇങ്ങനത്തെ ചില സാധനം വരുന്നതോടുകൂടി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടുകയും പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുകയും ഒക്കെ ചെയ്യണം. ഈ പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ടാവുക, ഇനി വേറൊരു പ്രശ്നം വന്ന് ഇത് അവിടെ കിടക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഒരു സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ നമ്മൾ പരിഗണനയ്ക്കും ചർച്ചയ്ക്കും വേണ്ടി എടുക്കുകയാണെങ്കിൽ ഒന്നെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ സിനിമയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, സിനിമ നൽകുന്ന സന്ദേശം തന്നെ ഇപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. എന്താണ് സിനിമ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പോട്ട് ലൈറ്റിൽ അതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞതാണ്. സാധാരണ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ, കുറേ രോഗങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ അതിന് ഡോക്ടർമാർ പറയാറെന്ന് വെച്ചാൽ, ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റം വരണം, അല്ലാതെ നടക്കില്ല, ബോധവൽക്കരണം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇതേപോലെ ഇപ്പോൾ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ജീവിതശൈലിയിൽ വന്ന, അവർ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ പുറത്തേക്ക് വന്നേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ പുതിയൊരു സംഭവം ഒന്നുമല്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, സ്ത്രീയുടെ ഒരു സുരക്ഷയാണ് ഇപ്പോൾ ഉള്ള ഇവിടുത്തെ വിഷയം. നമ്മളെ വിഷയം തന്നെ അതിൻ്റെ മതവും രാഷ്ട്രീയമാണ്. അതിൻ്റെ മതത്തെപ്പറ്റി പറയുമ്പോൾ എന്താ വെച്ചാൽ, മതം എന്ന് പറയുന്നതോട് കൂടി തന്നെ ഇപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന ആളുകളോടും പറയുന്നത്, ഇതിൽ മതം കുത്തിക്കയറ്റുക, കുത്തിച്ചെലുത്തുക, ഇതിലെന്താ മതത്തിന് വേണ്ടി പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും മതം കയറ്റുന്ന ആൾക്കാരാ എന്ന് ചോദിച്ചു കണ്ട് ചില ആൾക്കാർ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, മതം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളെ പുച്ഛിക്കുന്നത് ഇനിയെങ്കിലും നിർത്തണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ, അത് അവരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്ത് പറഞ്ഞാലും, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമം പറഞ്ഞ് അപ്പം പറയും, എന്താ അങ്ങനെ ചെയ്ത ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത കാലഘട്ടത്തിലുണ്ടായ സംഭവമാണ്. അതിപ്പോൾ ഈ പുരോഗമന കാലഘട്ടത്തിൽ പറയാം, പോയി പണി നോക്കുക നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനി നിർത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിർത്തണം. കാരണം എന്താ വെച്ചാൽ, ഇതിൽ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രംഗത്ത് വന്നല്ലോ, അതിൽ ആകത്തുക വായിച്ചു നോക്കിയാൽ അതിൽ പ്രധാനമായി പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചുള്ള ഇടങ്ങൾ സുതാര്യമല്ല, അതിലെന്ത് ചെയ്യണം, അതിർത്തികൾ വേണം, നിയമങ്ങൾ വേണം, നിബന്ധനകൾ വേണം. ഇതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 2-3-4 കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണും. അതിലൊന്ന് ഹൽവത്താണ്, അതുണ്ടാകാൻ പാടില്ല, അതായത് ഒറ്റപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. സ്ത്രീ ഒരിക്കലും എന്താകാൻ പാടില്ല, ഒറ്റപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പുരുഷൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇഖ്തിലാത്താണ്. ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കലരുക, അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരു യഥേഷ്ടം നിബന്ധനകളില്ലാതെ അതിർത്തികളില്ലാതെ കൂടിക്കലരുന്ന ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുക, അതും സ്ത്രീകൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികളാണ്. അതേപോലെ തന്നെ അവർക്ക് അന്യരും സ്വന്തക്കാരുമുണ്ട്. അന്യരുടെ മുമ്പിൽ രംഗത്ത് വരുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. സ്വന്തക്കാരുടെ മുമ്പിലുള്ള എന്തോ സംഗതിയുണ്ട്. അതാണെന്ത്, പിന്നെ മഹറം എന്നാണ് ഇതിന് സാധാരണ പറയാം. അതായത് ഒരു മഹറമിൻ്റെ ഒരു സാന്നിധ്യത്തിലായിരിക്കണമെന്ത് ആ സ്ത്രീ മുന്നോട്ട് പോകേണ്ടത്. ആ മഹറം ഉണ്ടാകേണ്ട സമയം സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേഷം, ആ വേഷം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു സ്ത്രീയുടെ വേഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം നിയമം പാലിച്ചാൽ മതി, പുരുഷന്മാർക്കില്ലേ എന്ന് ചില ആൾക്കാരെങ്കിലും ചോദിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പിന്നെ പുരുഷന്മാരോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഖിയാറുക്കും ലിനിസാഇഹിം എന്നാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ, ഏറ്റവും ഉത്തമന്മാർ അവരുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണെന്ന്. അപ്പം ലോകത്തിൻ്റെ മുമ്പിലോ വെള്ളിത്തിരയിലോ വേറെ എവിടെയെങ്കിലുമോ വളരെ ഉഷാറാണ് ഞാനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പിന്നെ ഏറ്റവും മാന്യമായി പെരുമാറുക എന്നുള്ളത് ഒരു പുരുഷന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ കരാറുകളിൽ പിന്നെ പ്രധാനപ്പെട്ടതാണ് വിവാഹം. വിവാഹത്തിൻ്റെ കരാറ് വളരെ ഗൗരവപൂർവ്വം പുരുഷൻ എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ സ്ത്രീകളോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. അവരുടെ മുഴുവൻ ചെലവ് അവൻ വഹിക്കേണ്ടതുണ്ട്. അവളെ കൊണ്ട് ഒരിക്കലും നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അവൾ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരാൻ അവൾ ബാധ്യസ്ഥപ്പെട്ടവളല്ല.
ആ ചെലവെടുക്കേണ്ട ഉത്തരവാദിത്തം പുരുഷൻ്റെ കയ്യിലാണ്. അവൾക്ക് ആനന്ദം നൽകണം, അവൾക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുക്കണം, അവൾക്ക് കൃത്യമായി സ്വത്തിൽ അവകാശമുണ്ട് അത് കൊടുക്കണം. ഇങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പുരുഷൻ്റെ ഭാഗത്തുനിന്ന് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളും എന്ത് ചെയ്യേണ്ടതുണ്ട്, ചില നിബന്ധനകൾ പാലിക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് പ്രാകൃതമാണെന്നാണ് ഇത്രയും കാലം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ കുറച്ച് നിയമങ്ങളും നിബന്ധനകളും ഈ രംഗത്ത് വേണമെന്നുള്ളത് തന്നെയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഈ ചലച്ചിത്ര അക്കാദമി ഇതിൻ്റെ അവാർഡ് പ്രഖ്യാപിച്ചല്ലോ, ആ അവാർഡ് കിട്ടിയ ഒരു നടി, ഒരു സീനിയർ നടിയാണ്. അവർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പല സന്ദർഭങ്ങളിലായിട്ട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലക്ഷങ്ങളുടെ മുമ്പിലാണ് അഭിനയിക്കുന്നത്, അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മളെ ഒരു പുരുഷൻ്റെ റൂമിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സ്ത്രീയുടെ കൂടെ ഒരാൾ വേണം. ഇത് നിയമമാക്കണം, നിർബന്ധമായി നിയമമാക്കി മാറ്റണം. അത് ഈ ചർച്ച ആ നിയമം ഉണ്ടാക്കുന്ന നിയമ രൂപീകരണത്തിലേക്ക് എന്ത് ചെയ്യണം, പോകണം. ഈ കാര്യം ഇവർ ആവർത്തിച്ച് പറയണം. കാരണം നമ്മൾ സേഫല്ല. നമ്മളൊരു പുരുഷൻ്റെ മുമ്പിൽ ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല. ഒറ്റയ്ക്ക് അവരുടെ റൂമിൽ വിളിച്ചാൽ ചെല്ലാൻ പാടില്ല. ഒരാളെ കൂട്ടിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ ഈ രംഗത്ത് വലിയ പ്രയാസങ്ങളില്ലാതെ നിൽക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ടുണ്ട്, എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടാവും, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ എൻ്റെ ദേഹത്ത് കൈവെക്കാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ, കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരു പുരുഷനും സ്ത്രീയും അന്യപുരുഷനും സ്ത്രീയും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബി ഇംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്വാൻ എന്നാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മൂന്നാമനായി ഉണ്ടായി കണ്ടല്ലാതെ അവർക്ക് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ പിന്നെ എല്ലാ വൃത്തികേടുകളും നടക്കും എന്നുള്ളതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് പ്രവാചകൻ പറഞ്ഞു, മതം പറഞ്ഞു എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെ പ്രശ്നമാണെന്ന് പറയും. എന്നാൽ ഇവർ ഇങ്ങനത്തെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ട് അവരവരുടെ അനുഭവത്തിൽ നിന്ന് ഈ കാര്യം പറഞ്ഞാൽ അത് പുരോഗമനമാണെന്നും പറയും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു വിരോധാഭാസം നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുക. അത് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നത് ഹൃദയത്തിൽ രോഗമുള്ളവരെന്ത് ചെയ്യും, അവരിൽ നിന്ന് അക്രമം നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അതൊക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വ്യഭിചരിക്കരുതെന്ന് മാത്രമല്ല, വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസഅ സബീല, ആ വഴിയിലേക്ക് തന്നെ പോകാൻ പാടില്ലെന്ന്. അതിലേക്ക് പോകുന്ന എല്ലാ മാർഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം, തിരിച്ചു പോരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേഷം, ആ വേഷത്തെ പറ്റി പറഞ്ഞാൽ എന്താ, നിങ്ങൾ തിരിച്ചറിയപ്പെടാനും നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വേഷം കൊണ്ട് എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ ഇവർ ഈ സംസാരങ്ങളിലൂടെ പറയുന്നുണ്ട്. എന്ത്, നമ്മളെ വേഷം ഈ രൂപത്തിലാന്ന് കണ്ടിട്ടാണ് അവർ നമ്മളെ കയറി പിടിക്കാൻ. ആ റിപ്പോർട്ടിൽ തന്നെ ശാരദ എന്ന് പറയുന്ന ഒരു സീനിയർ ആക്ട്രസ് പറയുന്നുണ്ട്, അത് ഈ പുതിയ കുട്ടികൾ വേഷം എന്നുള്ളത് ഭയങ്കര ഇറുകിയ ഡ്രസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലുണ്ട്. ഇവരുടെയൊക്കെ സംസാരത്തിൽ എന്തുണ്ട്, ഇപ്പോൾ പലപ്പോഴും ആവർത്തിക്കുന്നത്, എൻ്റെ വേഷം കണ്ടിട്ട് അവർക്ക് എന്നെന്തോ ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ തോന്നൽ എന്നാണ്. അപ്പോൾ ഇത് ഈ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന് കാരണമാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം, മൈ ബോഡി മൈ റൈറ്റ് എന്നാണല്ലോ പറയുന്നത്. അതല്ല, ഇവിടെ മനുഷ്യൻ സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾ സ്രഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് ജീവിച്ചാലല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരം എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ രാഷ്ട്രീയ വശം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ വിഷയത്തിൽ വരുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും പറയാറുള്ളത് അതാണ്. ആ പറയുന്നത് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണെന്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരുടെ മുമ്പിൽ കിട്ടി എന്നുള്ളത്. പക്ഷേ അതിനോട് ചെയ്ത ഒരു സമീപനം എന്തായിരുന്നു, പറയുന്നതിന് നേരെ എതിരാണ്. 4 വർഷം എന്ത് ചെയ്യുന്നില്ല, അനങ്ങിയില്ല. ഇപ്പം അത് കോടതിയുടെ മുമ്പിലാണ്. കോടതി പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കാര്യത്തിൽ ചില നീക്കങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ലാസ്റ്റ് പിന്നെ വീണ്ടും ഒരു കമ്മിറ്റിയെ വെച്ച് ഇനി ആർക്കെങ്കിലും പരാതി പറയണമെങ്കിൽ ഇവരോട് വന്ന് പറയണം എന്നുള്ളതാണ്. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നടപടികളിലേക്ക് പോകാൻ എന്ത് ചെയ്യണില്ല, ഇവരെ കൊണ്ട് കഴിയണില്ല. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം, ആ ഒരു ഭാഗം നമ്മൾ കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇനി സർക്കാർ വിരൽ കടിക്കാൻ പോകുന്ന വേറെ സന്ദർഭമാണ്. എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ തിയറികളും ഇവിടെ ഈ സിനിമാ ഫീൽഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രസരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സിനിമാ ലോകത്തുള്ളവരും അറിയേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ഭരണകർത്താക്കളും ശ്രദ്ധിക്കേണ്ടത്. അതിൽ പെട്ടതാണ് ജെൻഡർ തിയറി, അതേപോലെ തന്നെ ലിബറൽ ആശയങ്ങൾ, LGBTQ ആക്ടിവിസം, അതേപോലെ തന്നെ പിന്നെ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ, ലിവിങ് ടുഗദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇങ്ങനത്തെ ഒരു
പരിസരത്തെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിക്തഫലമാണ് അവരുടെ ലോകത്ത് ഇന്ന് എന്ത് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. അപ്പോൾ മതധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ പച്ചക്ക് പരിഹസിക്കുകയും അവർ പ്രാകൃതരാണെന്നൊരു ഭാഗത്ത് പറയുകയും ഇതൊന്നും ഒരു നിയന്ത്രണമോ നിബന്ധനയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ ഒരു കുഴപ്പവും വരില്ല എന്ന് പെരുമ്പറയടിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചപ്പോൾ അവിടെ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇവരൊക്കെ വന്ന് പറയുന്നത്. നമുക്കതിൽ സങ്കടമുണ്ട്, വേദനയുണ്ട്. പക്ഷേ പറയുന്നവർ ഇനിയെങ്കിലും ഇതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രി തന്നെയാണ് ഇത്തരം അനാവശ്യങ്ങൾ സമൂഹത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശങ്ങൾ ഇനി പിൻവലിക്കാനും അത്തരം കാര്യങ്ങളിൽ നിന്ന് യൂട്ടേൺ എടുക്കാനും തയ്യാറാകാതെ ഇത് മാത്രം പരിഹരിക്കാൻ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, കഴിയില്ല. ഇത് ഈ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ ഈ ചർച്ചകൾ, എല്ലാ ചർച്ചകളും നടക്കുമ്പോഴും നമുക്കറിയാം ഇത് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലയം അല്ലെങ്കിൽ ഒരു സർക്കിള് അതിൻ്റെ പുറത്തേക്ക് പോകരുതെന്ന് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളെപ്പോലുള്ളൊരു ചാനൽ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ചില വ്യക്തികൾ ഈ വിഷയം ഒന്ന് ചർച്ചയ്ക്ക് എടുത്തപ്പോഴേക്ക് ചിലർക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞു. ഉടൻ അവരെന്താ പറഞ്ഞു വെച്ചാൽ ഇത് നിങ്ങളാരും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, പരിഷ്കൃത പൗരസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പരിഷ്കൃത പൗരസമൂഹത്തിൻ്റെ പുഴുക്കുത്തുകൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും. സ്വാഭാവികമായും എവിടെയാണ് പരിഹാരമെന്ന് അന്വേഷിക്കുമ്പോൾ അതിൽ ഒരു കാപഢ്യമൊന്നുമില്ലാതെ അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒരു പക്ഷേ അയാളെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ പോലെയൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ആശയപരമായ അടിത്തറയുള്ള ഒരു മതം എന്തു പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെയുള്ള തിരിച്ചറിവ് ഉണ്ടാകും. ഈ ഭയപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ചർച്ചകളെ മുളയിലേ നുള്ളണമെന്നവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പരിഷ്കൃത സമൂഹം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നൊരവസ്ഥയുള്ളപ്പോൾ അത് അല്ലേ. മാത്രമല്ല അത് പൗരസമൂഹമാണോ നമ്മൾ ആലോചിക്കേണ്ടത്. പൗരസമൂഹം എന്ന് പറയുന്നത് പൗരൻ്റെ സകല വിധത്തിലുള്ള സുരക്ഷയ്ക്കും നീതിക്കും ഉപയുക്തമാകുന്ന രൂപത്തിലുള്ള നിയമവും അത്തരത്തിലുള്ളൊരു സംവിധാനവും ഉള്ള ഒന്നിനാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. ഇതില്ല എന്നാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അത് അവരെല്ലാം നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് ഈ നീതി ലഭിച്ചിട്ടില്ല. പിന്നെ വെറുമൊരു ലൈംഗിക പീഡനം മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് തൊഴിൽ നിഷേധിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്, പ്രതിഫലം നിഷേധിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്, സൗകര്യങ്ങൾ നൽകാതെ പ്രയാസപ്പെടുത്തി എന്നുള്ളതുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തികച്ചും അരക്ഷിതമായ ഒരവസ്ഥയിലാണ് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ നടിമാരൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് അല്പം ഒരു പക്ഷേ പ്രിവിലേജ് അനുഭവിച്ച കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ഒരു കാര്യം നോക്കി നോക്കുക, ഇവിടെ ഇതിലിടപെട്ട് സംസാരിക്കുമ്പോൾ പോലും പലർക്കും തങ്ങൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ല. ഈ ഒരു ലോകം, ഒരു ചിന്താലോകം എടുക്കുമ്പോൾ ആ ചിന്താലോകത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ചില ആശയങ്ങൾ ഉണ്ടാവും. ഈ ആശയങ്ങൾ തങ്ങളെ ഇരയാക്കുന്നതാണ് എന്ന് ഇരക്ക് ചിലപ്പോൾ തിരിച്ചറിയില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശാരദ എന്ന് പറയുന്ന സീനിയറായിട്ടുള്ളൊരു നടി, അവർ പറയുകയാണ് ഇന്നത്തെ പെൺകുട്ടികൾ ഇത്തരത്തിൽ പിന്നെ ഇരകളാക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അവരുടെ വസ്ത്രധാരണ രീതിയാണെന്ന്. ഇതിനെതിരെ രംഗത്ത് വന്നത് ഈ ഇപ്പോൾ WCC എന്ന് പറയുന്ന ഇതിൻ്റെ സ്ഥാപക നേതാക്കളുണ്ട്. പക്ഷേ ഇത്രയും ബോൾഡായിട്ട് അവർ നമ്മൾ ആ നിലയ്ക്ക് അഭിനന്ദിക്കുന്നു. ബോൾഡായിട്ട് ഈ രംഗത്ത് നിന്ന പാർവതി തിരുവോത്ത് അല്ലേ എന്ന് പറയുന്ന നടി, അവരെന്താ വെച്ചാൽ ആ അഭിപ്രായത്തെ അവർ തള്ളുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ പുരുഷ സമൂഹത്തിൻ്റെ കണ്ണിൽ ഒരു സന്തോഷത്തിന് ആനന്ദത്തിന് വേണ്ടി ഞങ്ങൾ നിന്നു കൊടുക്കാൻ തയ്യാറാണ്, എന്നാൽ അതേസമയം ഞങ്ങളാരും പീഡിപ്പിക്കരുത്, തുടരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഈ തങ്ങളുടെ നിലപാടുകളുടെ പോലും അടിത്തറ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. രണ്ട്, നിയമം എത്രമാത്രം സുരക്ഷിതത്വം നൽകുന്നത്. ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു വലിയ കാപഢ്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. മറ്റ് ഇൻഡസ്ട്രികൾക്ക് ആപ്ലിക്കബിളായിട്ടുള്ള നിയമങ്ങളൊന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇവർ തൊഴിലാളികളാണോ? ആക്ടേഴ്സ് ആരാണ്? സർവീസ് മേഖലയാണത്, മാനുഫാക്ചറിങ് ആണോ, പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്, സാധാരണ സിനിമാ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ ഇതായിട്ടുള്ള നിയമങ്ങളോട് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കരാർ തൊഴിലാളിയെ വിളിച്ചാൽ പോലും PF കൊടുക്കണം. ഇവിടെ ഇവർക്ക് അത്തരത്തിലുള്ള എന്ത് ലേബർ റൂൾസാണ് ഇവിടെ പാലിക്കപ്പെടുന്നത്? അപ്പോൾ അതൊരു വശത്ത് നിൽക്കട്ടെ. ഇനി സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ 1952 സിനിമാറ്റോഗ്രാഫി ആക്ട് എന്ന് പറയുന്നത്, അത് അതിൻ്റെ കണ്ടൻറ്റുമായിട്ടും മറ്റൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ വിവച്ഛേദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിനകത്ത് പറഞ്ഞാൽ കണ്ടൻറ് എന്താവരുത്, നോട്ട് അഗെയിൻസ്റ്റ് പബ്ലിക് ഓർഡർ. അവിടെ ഉപയോഗിച്ച വാക്ക് പിന്നെ മൊറാലിറ്റിയാണ്, ഡീസൻസി ആൻഡ് സ്റ്റേറ്റ് സെക്യൂരിറ്റിനാണ്. ഇതിനൊന്നും എതിരെ ആകരുതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ആലോചിക്കണം, ഈ പദങ്ങൾ വരെ, ഈ മൊറാലിറ്റി, ഡീസൻസി എന്നുള്ള പദങ്ങൾ വരെ മാറ്റിയിട്ടാണ് പിന്നീട് വരുന്നത്. കാരണം ഇതൊന്നും അംഗീകരിക്കാനോ ഇഷ്ടപ്പെടാനോ ഈ രംഗത്തുള്ളവർ തന്നെ തയ്യാറല്ല. അപ്പം അതിനുശേഷം 1986 ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. സ്ത്രീകളെ വൾഗറായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. പക്ഷേ എത്രത്തോളം സ്ത്രീകൾ എന്താ വൾഗാരിറ്റി എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ തയ്യാറുണ്ടോ? എപ്പോഴാണ് ഒരാൾ വൾഗർ ആവുന്നതെന്നുള്ളത്? ഇനി ഇതിപ്പോൾ ഈ പബ്ലിക് എക്സിബിഷന് വേണ്ടിയിട്ടുള്ള മൂവീസിൻ്റെ കേസുള്ള കാര്യമാണ്. എന്നാൽ സ്വകാര്യമായി പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള സിനിമകളും ഉണ്ടാക്കപ്പെടുന്നില്ലേ? അതിനകത്ത് ആരാ അഭിനയിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്ത്രീകളെ എത്രമാത്രം മോശമായി ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളതിൽ എന്താ ഇവർക്കാർക്കും യാതൊരു വിധത്തിലുള്ള, അതും പൊതുസമൂഹത്തിലെ സ്ത്രീകളാണല്ലോ അവരും, അതിലെന്തുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ചൊരു ആശങ്കയൊന്നുമില്ല? അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്ന് ഞാൻ പറയാം, ഇതിപ്പോൾ സിനിമാ രംഗത്തുള്ള ഇതുകളാണ് പറഞ്ഞു വന്നത്. ഇതേപോലെ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഈ മറ്റേ സീരിയലുകൾ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങളുണ്ടാകും, അതുപോലെ ഷോർട്ട് ഫിലിമുകൾ രംഗത്ത്, ഇതൊക്കെ ചിലപ്പോൾ പുറത്തു വരാൻ സാധ്യത ഉള്ളതാണ്. എന്തായാലും ഇതുപോലെ തന്നെ ഇപ്പോൾ 1990 പ്രസാർ ഭാരതി ബില്ലുണ്ട്, 95 കേബിൾ നെറ്റ്വർക്ക് ആൻഡ് ടെക്നോളജി എന്ന നിയമം വന്നിട്ടുണ്ട്, 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ പല നിയമങ്ങളും ഈ രംഗത്ത് ഉണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ വ്യക്തമായ നിലയ്ക്കുള്ള ഒരു തൊഴിലിടത്തിൻ്റെ, ഇതൊരു തൊഴിലിടമാണെന്ന് പറയുന്നത്, ആ തൊഴിലിടത്തിൻ്റെ സ്വഭാവത്തെ നിശ്ചയിക്കാൻ പര്യാപ്തമല്ല. ഞാനൊരു ഇത് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ സിനിമ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹൈലി റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള, അതായത് ഫിനാൻഷ്യൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഇയാൾ അയാളുടെ പൈസ തിരിച്ചു കിട്ടാനാണ് നോക്കുക. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാരിന് ഇടപെടാൻ പറ്റുമോ? ബജറ്റ് ഇടപെടാൻ പറ്റുമോ? സെറ്റ്, എവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കേണ്ടതെന്നുള്ളത്, എത്ര ദിവസമാണ് നടക്കേണ്ടതെന്നുള്ളത്, പിന്നെ അതിലെ ക്രൂ ആരാണെന്നുള്ളത്, കാസ്റ്റിംഗ്, നടീനടന്മാരെന്താണ്, ആരാണെന്നുള്ളത്, എപ്പോഴാണ് റിലീസ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇങ്ങനെ ഓരോന്നെടുത്തു കഴിഞ്ഞാലും ഇതിലൊന്നും തന്നെ ഒരു തൊഴിലിടം എന്ന രൂപത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് സർക്കാരിന് നേരിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇടപെടാൻ കഴിയില്ല. കാരണം ഇത് അതിൻ്റേതായൊരു സ്വകാര്യ സ്വഭാവമുള്ള ഒന്നാണ്. പ്രീ പ്രൊഡക്ഷൻ എഗ്രിമെൻറ്റ്സൊക്കെ ഉണ്ട് പല രീതിയിലും, അതിപ്പോൾ നടീനടന്മാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഫലത്തിൻ്റെ വിഷയത്തിലൊക്കെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീയെ പ്രത്യേകിച്ചും ഈ നിലയ്ക്ക് എളുപ്പത്തിൽ ഇരയാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അരക്ഷിതത്വ അവസ്ഥയെ സ്വയം നേരിടില്ല രക്ഷമില്ല, അല്ല ഇനി വേണ്ട പരിഹാരം കണ്ടെത്തല്ല രക്ഷ. ഇപ്പം ഞാൻ റോൾസ് റോയ്സ് കാറിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ഒരു ദരിദ്രനായി കാണണം എന്ന് പറഞ്ഞാലോ ഒരു അർത്ഥമല്ലോ. കാരണം വസ്ത്രം ഒരു ഐഡൻറ്റിറ്റിയാണ് മനുഷ്യനെ സംബന്ധിച്ചോളം. അത് സ്വാഭാവികമായിട്ടും ആളുകൾ അത് വെച്ചുകൊണ്ട് വിലയിരുത്തുകയും അത്തരത്തിലുള്ള അപ്രോച്ചുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ നിഷേധിക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് അവൻ നേരത്തെ പറഞ്ഞു, ചില നടിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മയച്ഛനൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്നെ റൂമിലേക്ക് വിളിച്ചപ്പോഴും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് പോയത്. അതോടെ പിന്നെ എന്ത് ചെയ്തു, ആ പ്രശ്നം അവസാനിച്ചു. പിന്നെ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം. അത് ബോൾഡായി നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. പൊതുവായ നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ നമുക്കറിയാം, നമ്മൾ കണ്ടിടത്തോളം സ്വന്തം ഭാര്യനെ, സ്വന്തം പെൺമക്കളെയൊന്നും ഈ രംഗത്തേക്ക് ഈ പറയുന്ന നടന്മാരും കൊണ്ടുവരുന്നില്ല.
അപ്പോൾ ആ രംഗത്തിൻ്റെ മലീമസമായ അവസ്ഥ നമ്മളെക്കാളൊക്കെ ഓർക്കറിയാം. ഇന്നിപ്പോൾ എത്ര ഈ ചാനലുകളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ശരി, അതിൻ്റെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചോളം അവരുടെ ഒരു ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോകുന്നതിൽ അർത്ഥമില്ല. 2011 ഡൽഹി ഹൈക്കോർട്ട്, ഇത് നേരത്തെ തന്നെ നമുക്ക് കെ അബ്ബാസിൻ്റെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ സെൻസർഷിപ്പിൻ്റെ വിഷയങ്ങൾ തീരുന്നുണ്ട്. അപ്പോൾ സെൻസർഷിപ്പ് പറ്റൊഴിവാക്കണമെന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ ഈ ഒബ്സീനിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നിടത്ത് വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ 2011 ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി എന്താ വെച്ചാൽ, ഒബ്സീനിറ്റി മസ്റ്റ് ബി ജഡ്ജ്ഡ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ഓഫ് റീസണബിൾ സ്ട്രോങ് മൈൻഡഡ് ഫേം ആൻഡ് കറേജിയസ് മെൻ എന്നാണ്. എൻ്റെ മാന മനസ്സിലായോ? എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആരെങ്കിലും കയറിയിട്ട് അഷ്റഫോ ലീലാലോ കയറിയിട്ട് എന്താണ് ഇത് ഒബ്സീനാണ് എന്ന് പറയുന്നതുകൊണ്ടൊന്നും തീരുത് ഒബ്സീനാകാൻ പറ്റൂല. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് ഒരു സ്റ്റാൻഡേർഡ് വ്യക്തി, റീസണബിളായ രീതിയിൽ, അദ്ദേഹം കറേജിയസ് ആണ്, ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് തോന്നണം ഇത് ഒബ്സീനാണ്, എങ്കിൽ മാത്രമേ അത് ഒബ്സീൻ ആവുകയുള്ളൂ. ഇത്തരത്തിലാണ് നിയമങ്ങൾ നൽകുന്ന പരിരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആണ് ഈ സ്ത്രീ വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പരിമിതി തിരിച്ചറിയാതെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം വാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തായാലും സമൂഹം എലിക്കണിയാണ്. അതെ, ആ എലിക്കണിയിൽ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകപ്പെടും, സംശയമൊന്നുമില്ല. എന്തായാലും സമൂഹത്തിലേക്ക് അപകടകരമായിട്ടുള്ള ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ കടത്തി ചേർക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഭൂമികയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം. സമ്മതപത്രം നൽകാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും കിഴിവ് വരുത്തുന്നതല്ല. സമ്മതപത്രം നൽകാത്തവർക്കും PF ലോൺ അപേക്ഷ നൽകുന്നതിന് സ്പാർക്കിൽ നിലവിൽ തടസ്സമൊന്നുമില്ല. മാറ്റി നേരത്തെ സാധനം എന്ത് ചെയ്തു, നേരത്തെ വായിച്ചില്ലേ, ആ അറിയിപ്പ് എന്ത് ചെയ്തു, മാറ്റി. ഇപ്പൊ നിലവിൽ എന്തില്ല. വിവരാവകാശ നിയമപ്രകാരം ഈ ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള ഈ കത്തിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത്. കാരണം എല്ലാം ഡിജിറ്റലായിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടാവുന്നുള്ളൂ. അപ്പോൾ എവിടെയൊക്കെയോ ഇപ്പോഴും ഈ പറഞ്ഞ നേരത്തെയുള്ള പ്രളയ ഫണ്ടിനെ കുറിച്ചുള്ള ഈ ദുരൂഹതകളൊക്കെ. സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ അധ്യാപകരും അവർ 5 ദിവസത്തെ സാലറി അത് സർക്കാരിലേക്ക് കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുക്കാത്ത ആളുകൾക്ക് PF എടുക്കാൻ പോലും പറ്റില്ല എന്നൊരു സംഗതി വന്നു. അത് പിന്നീട് വിവാദമാകുകയും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അഷ്റഫ്ക്കൊക്കെ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നൊരു കാര്യം വന്നിരുന്നു. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അല്ല, ഇതിൽ ആ വിഷയം പറയുന്നതിന് മുമ്പ് ഒരു ധാരണപ്പശക്ക് തിരുത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സാലറി ചലഞ്ചിനെ കുറിച്ച് പറയുന്നവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കുകയോ അതിൽ എന്തെങ്കിലും കൺസേണുകൾ പറയുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ വയനാട് ദുരന്തത്തിനോടൊപ്പം നിൽക്കാത്തവർ, അതിനെ സഹായിക്കാത്തവർ, മനുഷ്യപ്പറ്റില്ലാത്തവർ എന്നുള്ള ഒരു നരേറ്റീവിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഈ മുഖ്യമന്ത്രിൻ്റെ ഫണ്ടിലേക്ക് തന്നെ ധാരാളം ആളുകൾ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കാശ് വരുന്നതിൻ്റെ റിപ്പോർട്ട് പത്രത്തിൽ വരാറുണ്ടല്ലോ, എത്ര കാശായി. അത് ഇവിടുത്തെ മനുഷ്യന്മാർ അയക്കണ തന്നെയല്ലേ, കേരളത്തിലെ ആൾക്കാരാണല്ലോ കൂടുതൽ അയക്കുന്നത്. അപ്പോൾ അതിലേക്ക് ധാരാളം ആളുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ ഇവരൊക്കെ ഇഷ്ടം പോലെ കലക്ഷൻ നടത്തുന്നുണ്ട്. അതൊക്കെ ഈ ആളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ കൊടുക്കാത്തവരല്ല, കൊടുത്ത ആളുകൾ തന്നെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഇവർ മനസ്സിലാക്കണം. അല്ലാതെ ഇതിലേക്ക് കൊടുത്താൽ മാത്രമേ മനുഷ്യപ്പറ്റുള്ളവരാവുള്ളൂ എന്നുള്ളൊരു നരേറ്റീവ് എന്തല്ല, ഒരു ശരിയായ സമീപനമല്ല. പിന്നെ ഇപ്പോൾ ഈ ചോദിച്ച കാര്യം, ഇവിടെ ഉണ്ടായ വിവാദം, അത് പിന്നെ യഥാർത്ഥത്തിൽ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കേവലം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ്. ആ മാധ്യമ സൃഷ്ടി അതേപോലെ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇതിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ്.
അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ 2 കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവും നമുക്ക് ആ കാര്യത്തിൽ വേണ്ട. അതായത് ഒന്ന് സംഭവിച്ചത് എന്താ വെച്ചാൽ 21/8/2024 അന്ന് ഇറങ്ങിയ ഒരു സർക്കാർ ഇതുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമ്മതപത്രം നൽകാത്ത പക്ഷം സമ്മതമാണെന്ന് അനുമാനിക്കുന്നതാണ് എന്നാണ്. അതായത് അതിനാ വെച്ചൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനുള്ളിൽ സമ്മതപത്രം കൊടുക്കാത്ത ആളുകളുടേതൊക്കെ എന്താക്കി മാറ്റും, സമ്മതപത്രമാക്കി സമ്മതമാണെന്ന് മാറ്റും. ആ നിലക്ക് എന്ത് ചെയ്യും, ശമ്പളം നിന്ന് എടുക്കുന്ന രീതിയിലേക്ക് മൗനം സമ്മതമാണ്. ഇത് വളരെ വലിയ പ്രശ്നമാണ്. ഇതൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്പാർക്കിൽ, അതായത് PF എടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്പാർക്കിൽ വന്നൊരു വിഷയമാണ്. അതിൽ പറഞ്ഞ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. സ്പാർക്കിൽ വന്നൊരു സംഗതി ഇതാണ്: ദ എംപ്ലോയി ഹാസ് നോട്ട് ഓപ്റ്റഡ് ഫോർ CMDRF കോൺട്രിബ്യൂഷൻ ബ്രാക്കറ്റിൽ വയനാട് 2024 കനോട്ട് പ്രൊസീഡ്. ഇത് സ്പാർക്ക് തുറന്നാൽ അവിടെ അതിൽ കണ്ടിരുന്ന സാധനമാണ്. ഇത് വന്നതാണ്, ഞാൻ നോക്കിയിട്ട് വായിക്കണം. അതായത് www.spark.government.in says കൊടുക്കാത്തവർക്ക് പിന്നെ അങ്ങോട്ട് ദ എംപ്ലോയീസ് ഹാസ് നോട്ട് ഓപ്റ്റഡ് ഫോർ CMDRF കോൺട്രിബ്യൂഷൻ വയനാട് 2024 കനോട്ട് പ്രൊസീഡ്. ആ സാധനം ചെയ്യാൻ പാടില്ല. ഫണ്ട് ഇതിലേക്ക് കൊടുക്കാത്ത പ്രൊസീഡ് ചെയ്യരുതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 2 സംഭവമുണ്ട്. അപ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയല്ല എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ 2 തെളിവ് ഉദ്ധരിച്ച്. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് എന്ത് സംഭവിച്ചു വെച്ചാൽ ഇത് അധികം ആളുകൾക്ക് അറിയില്ല. കാരണം ഇത് സ്പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനമാണല്ലോ. ഇത് വർക്ക് ചെയ്യണ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇത് കാണുക. അതേപോലെ തന്നെ നേരത്തെയും തന്നെ ആ വരികൾക്കിടയിലൂടെ ഉള്ള ഒരു സാധനമാണ്. ആർക്കും അത് ശ്രദ്ധയിൽപ്പെടില്ല. ഏത് മൗനം സമ്മതം എന്നുള്ള സംഭവം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? ഇത് മനുഷ്യന്മാരെ വഞ്ചിക്കണേ തുല്യല്ലേ? അത് നിർബന്ധിക്കുന്നില്ല എന്നൊരു ഭാഗത്ത് പറയുകയും ചെയ്യുക, എന്നിട്ട് ഇങ്ങനത്തെ നിർബന്ധങ്ങൾ പിന്നിലൂടെ ഉണ്ടാക്കുകയും ചെയ്യുക. അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്ത് ചെയ്യും? മാധ്യമങ്ങൾ ആ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് 24-ാം തീയതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു, 21-ാം തീയതിയാണ് നേരത്തെ പറഞ്ഞ സംഭവം വന്നത്. 24-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. ആ വാർത്ത ഏകദേശം ഉച്ചയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ വാർത്ത വരുന്ന സംഗതി. ആ വാർത്ത വന്ന് ഒരു 4 മണി 5 മണി ആയതോടുകൂടി ആ വാർത്ത നേരത്തെ ഇരാല് ചോദിച്ചല്ലോ, ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. ഞാൻ ആ വാർത്ത കണ്ടു. ആ വാർത്ത കണ്ടപ്പോൾ അത് എഴുതാണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ബന്ധു ഒരു PF-ൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ അപേക്ഷാ ഫോം ഉണ്ടായിരുന്നു. ഞാനത് DO കൊടുക്കാനും മറ്റുള്ള കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഈ വാർത്തയും ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന ഒരു സംഗതിനോട് നമുക്ക് ന്യായമല്ലാത്തൊരു കാര്യം ന്യായമല്ല എന്നുള്ളത് നമ്മൾ പ്രതികരിക്കണം. ആ പ്രതികരണം വരുമ്പോൾ മാത്രമേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുള്ളൂ, അത് ശ്രദ്ധയിൽപ്പെടുകയും അത് തിരുത്തുകയും ചെയ്യുള്ളൂ. അത് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അത് ശ്രദ്ധയിൽപ്പെടുന്ന ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മാത്രമേ നമ്മൾ നിർവഹിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ ശരിക്കും ഇവർ പറയണ മാതിരിയാണെങ്കിൽ ഗവൺമെൻറ് പറയേണ്ടത് എന്താ, ഉത്തരവാർക്കേണ്ടത് എന്താ, അങ്ങനെ സംഭവം അത് കംപ്ലീറ്റ് മാധ്യമ സൃഷ്ടിയാണെന്നല്ലേ പറയേണ്ടത്. അതല്ല, 2 ഓർഡർ ഇറങ്ങിയത് ഞാൻ കാണിച്ചു തരാം. അതായത് ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്, ആൻ ഓട്ടോണമസ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള. അതായത് അവർ നമ്പർ എത്രയെന്ന് വെച്ചാൽ 39-38-3 FA3 2024 IMG. അതിൻ്റെ നോട്ട് എന്താ പറയുക, സൂചന 21/8/2024 തീയതിയിലെ ഇതേ നമ്പർ കുറിപ്പ്, നേരത്തെ ഞാൻ വായിച്ച ആ നമ്പർ. എന്നിട്ട് പറയാണ്, സൂചന പ്രകാരം പുറപ്പെടുവിച്ച കുറിപ്പിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമ്മതപത്രം നൽകാത്ത പക്ഷം സമ്മതമാണെന്ന് അനുമാനിക്കുന്നതാണ് എന്ന് ചേർത്തിരുന്നു. ശ്രദ്ധിക്കണം. ആയതിൽ ചില അവ്യക്തതകൾ, ബാറിട്ടിട്ട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുവെന്ന് അഭിപ്രായം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പ്രസ്തുത കുറിപ്പിൽ നിന്നും നീക്കം ചെയ്തതായി അറിയിക്കുന്നു. ആരാ? ദിലീപ് കുമാർ TI സെക്രട്ടറി. പകർപ്പ് എല്ലാ ജീവനക്കാർക്കും. ഇത് ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അയച്ച ഒരു സംഭവമാണ്. ഒന്ന്, ഇത് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴാണ് അടുത്ത് വരുന്നത്. നേരത്തെ PF-മായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. അപ്പോൾ ഒന്നിന് ന്യായമുണ്ട്, അതിന് ബേസും ഉണ്ട്, വെറും മാധ്യമ സൃഷ്ടിയല്ല.
വന്നിട്ടുണ്ട്, ഉത്തരവ് വന്നിട്ടുണ്ട്, അറിയിപ്പ് വന്നിട്ടുണ്ട്, അത് തിരുത്തിക്കൊണ്ടുള്ള സാധനം വന്നിട്ടുണ്ട്. പിന്നെ PF-മായി ബന്ധപ്പെട്ട് ഡോക്ടർ ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പിന്നെ ലെറ്റർ ഹെഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ വിവരം വന്നിട്ടുള്ളത്. എന്താണ്? CMDRF വയനാട് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട വാർത്ത സംബന്ധിച്ച ധനകാര്യ വകുപ്പിൻ്റെ വിശദീകരണം. എന്താ വിശദീകരണം? സമ്മതപത്രം നൽകാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും കിഴിവ് വരുത്തുന്നതല്ല. സമ്മതപത്രം നൽകാത്തവർക്കും PF ലോൺ അപേക്ഷ നൽകുന്നതിന് സ്പാർക്കിൽ നിലവിൽ തടസ്സമൊന്നുമില്ല. അത് നോക്കി, നേരത്തെ സാധനം എന്ത് ചെയ്തു, നേരത്തെ വായിച്ചില്ലേ, ആ അറിയിപ്പ് എന്ത് ചെയ്തു, മാറ്റി. ഇപ്പം നിലവിൽ എന്തില്ല, പ്രശ്നങ്ങളില്ല, നീ കച്ചറ ഉണ്ടാക്കണ്ട. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ്, ഇത് 24/8/2024. അപ്പോൾ PF വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പാർക്കിൽ അത് കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു, പ്രതികരണങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു, അത് മാറ്റി, നേരത്തെ മാറ്റി. രണ്ടിനും തെളിവുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു കേവല സൃഷ്ടിയല്ല ആ പറയുന്നത് ശരിയാണ്. പിന്നെ ഉത്തരവുണ്ടോ എന്നാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത്. ഈ പറഞ്ഞതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളല്ല എന്നായിരിക്കും അഭിപ്രായമുള്ളത്. ഇവർ ചെയ്യണതിൻ്റെ ഉത്തരവാദിത്തമായിരിക്കാം. അതായത് ഈ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ചെയ്യണത്. ഇവർക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം എവിടുന്നാണ് കിട്ടിയത്? ഇതെന്താ ഒരു വെള്ളരിക്കാ പട്ടണം? അപ്പോൾ ഇതിൻ്റെ വേറൊരു മറുവശം എന്താ, ഇവരൊന്നും ശ്രദ്ധിക്കണില്ല, ഇതിൻ്റെ വകുപ്പിൻ്റെ മന്ത്രിമാരൊന്നല്ല. അപ്പോൾ ഇത് പിന്നെ ധനവകുപ്പ് എന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ധനവകുപ്പ് നേരത്തെ നിർദ്ദേശം കൊടുക്കുന്നത് വകുപ്പ് മന്ത്രി അറിയാതെയാണോ? അപ്പോൾ ഇവിടെ എന്തു പറഞ്ഞാലും പ്രശ്നമാണ്. മലർന്നു കിടന്ന് തുപ്പണിന് തുല്യമാണിത്. ഇത് സർക്കാർ സംവിധാനങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ അറിയിപ്പ് വന്നതും തിരുത്തു വന്നതും എല്ലാം ഇതിന്ന് സർക്കാരിന് ഒരു നിലക്കും കൈകഴുകാൻ കഴിയില്ല. അപ്പോൾ ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത്തരം സംഗതികൾ നമ്മൾ പിന്നെ വയനാട്ടിലേക്ക് സഹായിക്കുക കാര്യങ്ങൾ അത് ചെയ്യാൻ ഇവിടെ ഓപ്പണായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ആളുകൾക്ക് തൃപ്തികരമായ മാർഗ്ഗത്തിലൂടെ ആളുകൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനി സർക്കാർ എന്ത് ചെയ്ത്, പിന്നെ സർക്കാരിനെ കുറിച്ച് ആളുകൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാനൊരു വൈമനസ്യം പ്രകടിപ്പിക്കുന്ന ചർച്ച വരാൻ കാരണം എന്താ? അതിന് സർക്കാർ, ജനങ്ങളല്ല ഉത്തരവാദികൾ. അത് കഴിഞ്ഞ പ്രളയത്തിൽ അതിന് ശേഷം ഉണ്ടായ ഇവിടെ വന്ന പത്ര റിപ്പോർട്ടുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുമാണ്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഈ പിന്നെ ഫണ്ട് ഒരു കൃത്യമായി ചെലവഴിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്ക തീരുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഇനി വയനാടിൻ്റെ വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ വിശ്വാസത്തെ ജനങ്ങളിത് തിരിച്ചു പിടിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലൊരിക്കലും ഇത് മാധ്യമ സൃഷ്ടിയല്ല, ഇത് ഉണ്ടായതാണ്, മാധ്യമങ്ങൾ ഇടപെട്ടപ്പോൾ തിരുത്തിയതാണ്. കേരളീയ സമൂഹത്തെ ഈ ദുരിതം ബാധിച്ച അല്ലെങ്കിൽ ദുരന്തം അഭിമുഖീകരിക്കുന്ന ആളുകളെ സഹായിക്കേണ്ടതുണ്ടെന്ന് ഒന്നും ആരും പഠിപ്പിക്കേണ്ട ഒന്നുമില്ല. അതിപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ചരിത്രത്തിനുള്ളിൽ മലയാളി എത്രമാത്രം അക്കാര്യത്തിൽ അവൻ്റെ ഹൃദയം കൊടുത്തുകൊണ്ടും സഹായിക്കാൻ തയ്യാറാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രശ്നം ഫണ്ടില്ലാത്തതിൻ്റെയും കൂടെ വല്ല സുതാര്യതയുടെ വിഷയമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വാർത്ത വന്നിരുന്നു, വിവരാവകാശ നിയമപ്രകാരം ഈ ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള ഈ കത്തിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത്. കാരണം എല്ലാം ഡിജിറ്റലായിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടാവുന്നുള്ളൂ. അപ്പോൾ എവിടേക്കോ ഇപ്പോഴും ഈ പറഞ്ഞ നേരത്തെയുള്ള പ്രളയ ഫണ്ടിനെ കുറിച്ചുള്ള ഈ ദുരൂഹതകളൊക്കെ നിലനിൽക്കെ തന്നെ ഇപ്പോഴും ഇത് സുതാര്യമാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടിപ്പോൾ നമുക്കറിയാം, ഈ ആ തുടക്കത്തിൽ നിന്ന് ആരും വേറെ ഫണ്ട് പിരിക്കാൻ പാടില്ല, എല്ലാവരും എന്ത് ചെയ്യണം, സർക്കാരിൻ്റെ ഇതിലേക്കാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പല ഭീഷണികളൊക്കെ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് സർക്കാരിനെ സംബന്ധിച്ചോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പൊതുസമൂഹത്തെ കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മാതൃകാ രൂപത്തിൽ എങ്ങനെയാണ് ഈ വയനാടിൻ്റെ ഒരു പുനർനിർമ്മിതി സാധ്യമാക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് കഴിയാമായിരുന്ന ഒരു സുരക്ഷിതവും നീതിപൂർവമായിട്ടുള്ള ഒരു പുനരധിവാസം, ഇതിന് ഒരു ചെറിയൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന സഹായിക്കാൻ അല്ലെങ്കിൽ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. വളരെ പെട്ടെന്ന് സുഖകരമായിട്ട് ഈ സർക്കാരിൻ്റെ നൂലാമാലകൾ പോലും ഇല്ലാതെ ഇത് പരിഹരിക്കാൻ പറ്റുമായിരുന്നു. കാരണം അത്രയും ഫണ്ടുകളുടെ ഓഫറുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ആളാകാൻ വേണ്ടി ഓഫർ ചെയ്തവരാണെങ്കിൽ അതും സർക്കാരിന് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അപ്പം നല്ലൊരു അവസരമാണ് ശരിക്ക് സർക്കാരിൻ്റെ മുമ്പുള്ളത്. അത് ക്രിയാത്മകമായിട്ട് സർക്കാർ ഇടപെടുകയാണെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.